നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. ഞാൻ ചിരിച്ചുപോയി. പൗരത്വ നിയമം സെൻട്രൽ ആക്ട്. പൗരത്വം കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പൗരത്വം കൊടുക്കുന്നത്. ഇവിടെ ആളുകളെ പറ്റിക്കുകയാണ്. അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ കളിയാക്കുവാണ്. ഞാൻ പരിഹസിക്കുകയാണ്. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞാൻ പരിഹസിക്കുകയാണ്. ദേവേന്ദ്രൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? സാമാന്യ ബോധമുള്ള ആരെങ്കിലും പറയോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന്? പൗരത്വ നിയമം സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയ എല്ലായിടത്തും ബാധകമല്ലേ? മാത്രമല്ല പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ എന്ത് റോളാണ് സ്റ്റേറ്റിനുള്ളത്? നടപ്പാക്കില്ല എന്ന് പറയാം. പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വോട്ടർമാരുടെ ചെവിയിൽ ഈ പ്രസ്താവന മുഴങ്ങി കേൾക്കണം. CAA കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി സംഘപരിവാറിനോടൊപ്പം കാത്തിരിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ. ഇനി VD സതീശൻ എന്ന സംഘി സവർക്കറോട് പറയാനുള്ളത്, സതീശ, കർഷകർക്കെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ ബില്ല് പാസാക്കിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിനെ മുട്ടുമടക്കിയ ചരിത്രമുണ്ട് ഇന്ത്യക്ക്. ജനവിരുദ്ധമായിട്ടുള്ള നിരവധി ബില്ലുകൾക്കെതിരെ സമരം ചെയ്ത് അത് പിൻവലിച്ച ചരിത്രവുമുണ്ട് ഇന്ത്യക്ക്. പ്രത്യേകിച്ച് കേരളത്തിന് നട്ടലുള്ള മനുഷ്യർക്കാണ് അത് പറഞ്ഞിട്ടുള്ള. കതറിനടിയിൽ കാവി നിക്കറുമിട്ട് സംഘപരിവാറിന് വേണ്ടി കേരളത്തിൽ വിടുവേല ചെയ്യുന്ന നിനക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മാസാമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന എച്ചിലുകൾ നിനക്ക് കിട്ടാതെ വരും. ED നിന്റെ വീട്ടിലും കയറിയിറങ്ങും. പ്രിയപ്പെട്ട വോട്ടർമാരോട് ഇനി പറയാനുള്ളത്, ഈ പൗരത്വ ബിൽ നിയമ ഭേദഗതിക്കെതിരെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകളും കൂടി കേൾക്കുക. അതും കേട്ടിട്ട് വേണം നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. ആർക്കും ഒരു സംശയവും വേണ്ട, ഇവിടെ ഇത് നടപ്പാക്കില്ല. ഏത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും. ഇതിനു മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അത് സ്വന്തം മണ്ണിൽ നടപ്പിലാക്കില്ല എന്ന് ആർജവത്തോടെ ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും VD സതീശൻ സവർക്കറെ സംഘപരിവാറിന് വേണ്ടി കുടലൂത്ത് നടത്തി കേരളത്തിലെ ജനതയെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. കേരളത്തിലെ വോട്ടർമാരോട് വീണ്ടും പറയുന്നു, കഴിഞ്ഞ തവണ 18 MPമാര് പോയിട്ട് വായിൽ പഴവും തിരികെ സംഘപരിവാറിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ ഇരുന്നവരാണവർ. അപ്പോഴും കേരളത്തിൽ നിന്ന് പോയ ഒരേ ഒരു ഇടതുപക്ഷ MP സഖാവ് AM ആരിഫ് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ഓർക്കുക, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയിൽ നിലനിൽപ്പുള്ളൂ, ഇടതുണ്ടെങ്കിലേ നമ്മൾ മനുഷ്യരായി ജീവിക്കാൻ പറ്റൂ. ഓർക്കണം, ഈ പൗരാവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. വാക്കുകളിൽ മധുരവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവർ ആ ഇലക്ഷൻ കഴിയുന്നത് വരെ കാണൂ. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ നിങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധ കോട്ട കെട്ടി നിങ്ങളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷമുണ്ടാകും. 100% ഉറപ്പ്.